ഓണത്തല്ല് എന്ന കലയെ യാതൊരു ലാഭവുമില്ലാതെ കൊണ്ടു നടക്കുകയാണ് ഒരു കൂട്ടം വയോധികരായ ആശാന്മാർ. കുന്നംകുളത്തെ പേരുകെട്ട ഓണത്തല്ലിന് തയ്യാറെടുക്കുകയാണ് ചെറുതുരുത്തി താഴപ്പറയിലുള്ള 100 അംഗ സംഘം. നാട്ടുരാജാക്കന്മാരുടെ കാലത്ത് ഓണം വന്നാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 തട്ടുകളിലായി നാടൻ തല്ല്, ഓണത്തല്ല് എന്ന പേരിൽ അറിയപ്പെടുകയും യാതൊരു ലാഭവുമില്ലാതെ കലയെ ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ് ഒരു കൂട്ടം വയോധികരായ ആശാന്മാർ. ഇവർക്ക് കീഴിൽ ഇപ്പോഴും വിദ്യാർത്ഥികൾ അടക്കം 100 കണക്കിന് യുവാക്കൾ എത്തുന്നുണ്ട്. 27-ാം തീയതി കുന്നംകുളത്ത് നടക്കുന്ന ഓണത്തല്ലിനുള്ള വൻ ഒരുക്കത്തിലാണ് ഇവർ. ഈ കലയെ അന്യം നിന്നു പോകരുത് എന്ന ഉദ്ദേശത്തോടെ യാതൊരു പ്രതിഫലവും വാങ്ങിക്കാതെ ഓണത്തല്ല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വള്ളത്തോനഗർ ഗ്രാമപഞ്ചായത്തിലെ താഴപ്പറയിൽ താമസിക്കുന്ന ചേനയും, കുന്നത്ത് മൊയ്തു, കൊരങ്ങാട്ടിൽ മൊയ്തീൻകുട്ടി എന്ന വാപ്പുവും. ഇവരിൽ നിന്ന് ഓണത്തല്ല് പഠിച്ചിറങ്ങിയ 53 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണിയും പഠിക്കാനായി ഇവരുടെ ഒപ്പമുണ്ട്. ഇതിനോടൊപ്പം തന്നെ കളത്തിൽ ഇറങ്ങിയാൽ അടി നിയന്ത്രിക്കുന്ന 2 ചായിക്കാമാർ, റഫറിമാർ, 1 പള്ളത്ത് സുലൈമാൻ, കളത്തിൽ കുഞ്ഞാപ്പു എന്നിവർ അടങ്ങുന്ന സംഘമാണ് ഓണത്തല്ല് നിയന്ത്രിക്കുന്നത്. ഇരുപത്തിയേഴാം തീയതി നടക്കുന്ന ഓണത്തല്ല് പരിശീലനത്തിൽ 12 വയസ്സ് പ്രായമുള്ള ഷിബിൽ, ഹസൻ, ഷാനീസ് എന്നീ 3 വിദ്യാർത്ഥികളും ഇവരോടൊപ്പം കട്ടയ്ക്ക് നിന്ന് പോരാടുന്നുണ്ട്. ഏകദേശം 70 അംഗങ്ങളുള്ള ഒരു ടീമാണിത്. ഇതുകൂടാതെ കച്ച കെട്ടിക്കൊടുക്കാനും മറ്റു സഹായത്തിനും എല്ലാം കൂടി 100-ൽ കൂടുതൽ ആളുകൾ കുന്നംകുളത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. ഇതിനു മുമ്പ് പാലക്കാട്, ആലത്തൂർ, എടപ്പാൾ, കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും ഓണത്തല്ല് മത്സരത്തിൽ പങ്കെടുക്കാൻ കുന്നംകുളത്തെത്തിയിരുന്നു. എന്നാൽ അവരെല്ലാവരും ഈ ഓണത്തല്ല് ഉപേക്ഷിച്ചു. ഇപ്പോൾ ആരും ഇന്ന് രംഗത്തില്ല. ഇപ്പോഴുള്ളത് താഴപ്പറ സ്വദേശികൾ മാത്രമാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഗവൺമെന്റ് യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകുന്നില്ല. ഇതിനെ തുടർന്നാണ് എല്ലാവരും ഉപേക്ഷിക്കുന്നത് എന്ന് യുവാക്കളുടെ ഹരമായ തല്ലുകാരൻ അബ്ദുൾ സലീം പറഞ്ഞു. കാലങ്ങളായി, അതായത് ഈ രാജഭരണകാലം മുതൽ തന്നെ ഇത് നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള 2 നാട്ടുരാജാക്കന്മാർ എന്നുള്ള അംഗത്തട്ടായിരുന്നു ഇത് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഓണക്കാല സമയത്ത് ഒരു കയ്യാങ്കളിയായിട്ടാണ്, ഒരു കലയായിട്ടാണ് ഈ ഓണത്തല്ല് ഉണ്ടായിരുന്നത്. ഈ ഓണത്തല്ലിൽ ഒരു തല്ലിൽ ഒരു കയ്യിൽ പറയുന്നത് ചെന്നി, മറുചെന്നി, കടകം, മറുകടകം, വട്ടോദരം, നേരോദരം എന്നുള്ള മുറകളോട് കൂടിയുള്ള ഒരു കയ്യിലുള്ള തല്ലുകളും. ഇതിൽ കാലുകൾ ഫൗളുമാണ്. കണ്ണുകളാണ് ഇതിന് വേണ്ട പ്രധാനമായി നോക്കുന്നത്. ആ കണ്ണ് വെട്ടാതെ മുച്ചാൻ തല്ലി പഠിച്ചുകൊണ്ട് അവരെ മെയ്ച്ച് വഴക്കത്തോടു കൂടി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഈ ആശാന്മാരെ തല്ലിയിട്ട് പഠിക്കുന്ന ഒരു കല കൂടിയാണ് ഈ ഓണത്തല്ല് അഥവാ കയ്യാങ്കളി. ഇത് ഓണക്കാലങ്ങളിൽ മാത്രമാണ് ഇത് അന്യം നിന്ന് പോവുകയാണ്. ഓണക്കാലങ്ങളിൽ മാത്രമാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കല ഇപ്പോൾ ഉള്ള ഈ വാപ്പിനാശാന്റെ ശിഷ്യന്മാരാണ് ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന എല്ലാവരും. ഇത് കുന്നംകുളത്താണ്, ഈ പോപ്പുലർ ആർട്സ് സ്പോർട്സ് ക്ലബ്ബാണ് ഇത് മുന്നോട്ട് കൊണ്ടു നടന്നിരുന്നത്. ഈ കല അന്യം നിന്ന് പോകാതെ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഈ താഴപ്പറ, നെടുമ്പര, വെട്ടിക്കാട്ടിൽ, ചെറുതുരുത്തി, പയങ്കുളം എന്നീ ഭാഗങ്ങളിലുള്ള എല്ലാ ചെറുപ്പക്കാരും അതുപോലെ തന്നെ എല്ലാ കാരണന്മാരും കൂടി ഈ കലയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. തല്ലിനിറങ്ങുമ്പോൾ മുണ്ടുകൊണ്ട് കച്ചകെട്ടി ആശാന്മാരുടെ അനുഗ്രഹം വാങ്ങി കൈ 2 മുകളിലേക്ക് നിവർത്തിപ്പിടിച്ച് അയ്യത്തടി അയ്യത്തടി എന്ന പറഞ്ഞുകൊണ്ടാണ് ഇവർ അടിക്കാനായി ഇറങ്ങുക. കൂടാതെ കടകം, മറുകടകം, ഓതിരം, മറുഓതിരം, ചെന്നി, മറുചെന്നി എന്നീ മർമ്മങ്ങൾ നോക്കിയും പറഞ്ഞുമാണ് ഇവർ അടിക്കുക. ഇത് മറ്റേ എതിരാളി തടുത്തില്ലെങ്കിൽ വൻ അപകടമാണ് സംഭവിക്കുക. മർമ്മം നോക്കിയ അടിയിൽ പല അപകടങ്ങളും സംഭവിക്കാം. പക്ഷേ എപ്പോഴും കണ്ണും കാതും കൈവേഗതയും ശ്രദ്ധയോടെ കളിച്ചില്ലെങ്കിൽ അടി വന്നു വീഴുന്നത് അറിയാൻ പറ്റില്ല. 3 അവസരങ്ങൾ കൊടുക്കും. എതിരാളിയെ അഴിച്ചു വീഴ്ത്തുന്നാൽ വിജയിയായി റഫറി പ്രഖ്യാപിക്കും. കൂടാതെ 2 ആളുകളും തമ്മിൽ അടികൂടുമ്പോൾ റഫറി വന്ന് പിടിച്ചു മാറ്റിയില്ലെങ്കിൽ പരിക്ക് പറ്റാനും ഇടയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചാണ് എല്ലാ അംഗങ്ങളും കളിക്കുക. കളത്തിലിറങ്ങിയാൽ ഇവർക്ക് രക്തബന്ധമായാലും അടിച്ചു വീഴ്ത്തുക എന്ന ലക്ഷ്യം മാത്രമേയുള്ളൂ. ഒരാൾ അടിച്ചാൽ അതിനെ തിരിച്ചടിക്കുക എന്ന ലക്ഷ്യം കൂടി ഇവർക്കുണ്ട്. പുറത്തുള്ള എല്ലാ ജോലികളും കഴിഞ്ഞ് രാത്രിയിലാണ് ഇവർ ഓണത്തല്ല് പരിശീലിക്കുന്നത്. ഇത് കാണാനായി
ദൂരസ്ഥലത്തു നിന്നടക്കം നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. എന്നാൽ തങ്ങളുടെ കാലശേഷം കഴിഞ്ഞാൽ ഇത് സംരക്ഷിച്ചു കൊണ്ടുപോകാൻ അധികൃതർ ഇവർക്ക് വേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകണമെന്നാണ് ആശാന്മാരായ മൊയ്തുവാപ്പുവിനും ഉണ്ണിക്കും പറയാനുള്ളത്. പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ സാധാരണ കുറേ കാലങ്ങളായിട്ട് കുട്ടികൾക്കിത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനിപ്പോൾ ഞങ്ങൾക്ക് വഴിയും കൂലൊന്നും ഞങ്ങൾ സാധാരണ ആവശ്യപ്പെടാറില്ല. ഇത് ഗവൺമെൻറ് തലത്തിൽ ഓരോ മന്ത്രിമാരും ഞങ്ങൾ ഈ കുന്നംകുളത്ത് പങ്കെടുക്കുമ്പോൾ ഈ മന്ത്രിമാരവരൊക്കെ വരും. അവർ വന്നാൽ പറയാം അങ്ങനെ ആക്കിത്തരാം ഇങ്ങനെ ആക്കിത്തരാം എന്നൊക്കെ പറയും. ഒന്നും ഇതേവരെ ആക്കിയിട്ടില്ല, തന്നിട്ടില്ല, ഇതുമില്ല. അത് ഗവൺമെൻറ് തലത്തിൽ ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കേണ്ട യാതൊരു ലക്ഷണം ഇതേവരെ വന്നിട്ടില്ല. ഞങ്ങളുടെ ശരീരം ഇങ്ങനെ നാശാക്കാതെ എന്താ വെച്ചാൽ കാരണന്മാരായിട്ടുള്ളൊരു തൊഴിൽ അതങ്ങനെ കൈമാറി കൊണ്ടുവരണു എന്ന് മാത്രം ആ ഒരു കല, ആ കലയെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റിൻ്റെ പേരിൽ ഞങ്ങളിതിങ്ങനെ കൈമാറി കൊണ്ടിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുന്നംകുളത്തെ പരിപാടിക്ക് ഇപ്പോൾ പരിപാടി അടുത്ത വ്യാഴാഴ്ച പരിപാടി ഉണ്ട്. ആ പരിപാടിക്ക് ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.